Hi dears, welcome back. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി നാലുമണി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അതിന് മുന്നേയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി എടുത്ത് അതിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പാകത്തിനൊരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ ഇനി ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി വറുത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ റവ ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു രീതിയിലായിട്ട് വരണം. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് റവ വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ റവ ഏകദേശം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ. ആ ഒരു സമയം കൊണ്ട് വേറൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഫില്ലിങ്സ് കുറച്ച് കൂടുതലുണ്ടായാൽ നല്ല ടേസ്റ്റാണ്. തേങ്ങ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴന്ന് പോകണമെന്നൊന്നുമില്ല. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാവും. രണ്ടായാലും 2 ടേസ്റ്റാണ്, രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് ശർക്കര പൊടിയാണ്. കുറച്ചൊരു മധുരം കുറവുള്ള വെല്ലം ടൈപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ശർക്കര ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ മധുരം നോക്കിയിട്ട് പാകത്തിന് ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാര ചേർത്ത് പൊടിച്ചിട്ടുള്ള ഏലക്കാപ്പൊടിയാണ്, അതാണ് ഈ ഒരു കളറിലുള്ളത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് നല്ലൊരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയായി നന്നായിട്ട് മിക്സാക്കി എടുത്താൽ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള റവ കയ്യിൽ ഓരോ ബോൾസാക്കി ഇതുപോലെ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ട് സെൻറ്ററിലായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്സ് കുറച്ച് കൂടുതലുണ്ടായാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ മധുരം അത്യാവശ്യം കുറച്ച് കൂടുതലായിട്ട് ഉണ്ടായിക്കോട്ടെ, അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഇത് സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ ഒന്ന് ഉൾഭാഗത്തേക്കൊന്ന് മടക്കി കൊടുത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ റൗണ്ടിൽ ഒന്ന് പരത്തിയിട്ട് കുറച്ച് കട്ടിയായിട്ടുള്ളൊരു പത്തിരി ടൈപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു രീതിയിലോ അല്ലെങ്കിൽ ഉന്നക്കായുടെ ഷേപ്പിലോ സ്ക്വയറായിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ ഉരുട്ടിയിട്ട് ഉള്ളിൽ ഫില്ലിങ്സ് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ പരത്തിയിട്ട് ഇതുപോലെ ഉൾഭാഗം ഒന്ന് കുഴിയാക്കിയിട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ എല്ലാതും ഇതുപോലെ ഷേപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെയും കഴിക്കാനും ടേസ്റ്റാണ്, ഒന്നും കൂടി ഫ്രൈ ചെയ്തിട്ടാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ 2 ഭാഗവും കളറൊക്കെ മാറി തിരിച്ചും മറിച്ചു വിട്ടിട്ട് 2 ഭാഗവും കളറൊക്കെ മാറി നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു അടിപൊളി സ്നാക്കാണ്. എണ്ണ അധികം പിടിക്കുകയൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.